കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തിരിച്ച് ഞങ്ങൾക്ക് കൊടൈക്കനാലിലേക്ക് വരേണ്ട യാത്ര ഭയങ്കര ദുരിതം നിറഞ്ഞതായിരുന്നു കേട്ടോ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടായില്ല. ഏകദേശം പൂണ്ടി വിട്ട് മന്നവന്നൂരിലേക്ക് എത്തിയപ്പോൾ തന്നെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇങ്ങോട്ട് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ ചേട്ടൻ ഇറങ്ങി കേട്ടോ. ഇറങ്ങി മാക്സിമം ട്രൈ ചെയ്ത് നമുക്ക് കുറേയൊക്കെ ബ്ലോക്ക് മാറ്റി മുന്നോട്ട് പോകാൻ പറ്റി. സത്യം പറഞ്ഞാൽ ചേട്ടൻ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് കുറച്ചെങ്കിലും നേരത്തെ കൊടൈക്കനാലിൽ എത്താൻ പറ്റിയത്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഹിൽ ടോപ്പ് ഇൻ എന്ന് പറയുന്ന കൊടൈക്കനാൽ ടൗണിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി. നല്ല ക്വാളിറ്റിയിലും നല്ല ക്വാണ്ടിറ്റിയിലും തന്നെയാണ് കേട്ടോ അവർ സെർവ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞങ്ങളാണ് അവിടെ ഉച്ചയ്ക്ക് ആദ്യം കഴിക്കാൻ എത്തിയതെന്ന്. കാരണം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ അങ്ങോട്ടൊരു തിരക്കായിരുന്നു. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ ദേവൂട്ടിക്ക് ഭയങ്കര ആഗ്രഹം ഹോട്ട് ചോക്ലേറ്റ് കുടിക്കണം എന്നുള്ളത്. കാരണം കൊടൈക്കനാലിലൊക്കെ ചോക്ലേറ്റ് ഭയങ്കര സ്പെഷ്യലാണല്ലോ. എന്നാൽ പിന്നെ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഹിൽ ടോപ്സ് നാച്ചുറൽ ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് കയറി. പല വെറൈറ്റീസ് ഐസ്ക്രീംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് വയറ് സെറ്റായിരുന്നത് കൊണ്ട് തന്നെ എല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു സ്പെഷ്യൽ സ്ട്രോബെറി ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഒട്ടും താമസിച്ചില്ല കേട്ടോ, ഞങ്ങൾ അവിടെ നിന്ന് നേരെ നമ്മുടെ വണ്ടിയിലേക്ക് കയറി. നമ്മൾ കൊടൈക്കനാലിൽ പോകുമ്പോൾ കുറച്ച് സ്പോട്ടുകൾ കാണണം എന്ന് ആഗ്രഹിച്ചു പോയില്ലേ, ഞങ്ങൾക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. തലേ ദിവസം പൂണ്ടിയിലേക്ക് പോകുന്ന യാത്രയിൽ ലേറ്റാവുമെന്ന് വിചാരിച്ചിട്ടും ബ്ലോക്ക് കാരണവും ഒരിടത്തും ഇറങ്ങിയില്ല. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ പിറ്റേ ദിവസം തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഗുണ കേവും പില്ലർ റോക്കും ലേക്കും ഒക്കെ ഇറങ്ങാം എന്നുള്ളതായിരുന്നു. പക്ഷേ തിരിച്ചു വന്ന യാത്രയിലും ഞങ്ങൾക്ക് അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല. എനിക്കത് ഭയങ്കര സങ്കടമായിട്ടോ. ശരിക്കും എനിക്ക് മാത്രമല്ല, ദേവൂട്ടിക്കും പിള്ളേർക്കും എല്ലാവർക്കും വിഷമമായിരുന്നു. എങ്കിലും പൂണ്ടിയിലുള്ള ആ ഒരു സ്റ്റേ അത് മനസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ച് നാട് പിടിക്കാൻ തീരുമാനിച്ചു കേട്ടോ. എന്തായാലും രാത്രി 2-2:30 മണിയാവും എത്താനെന്നുള്ള കാര്യത്തിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഇത്രയും ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 5 മണിയായപ്പോൾ ഞങ്ങൾ കൊടൈക്കനാൽ ടൗണ് വിട്ട് പുറത്തേക്ക് എത്തിയിട്ടോ. കുറച്ച് ഹെയർ പിൻ ഇറങ്ങി താഴെ വന്നിട്ട് ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചേ. ഞാനൊരു 7up കുടിച്ചു. അവിടെ ഒന്നും നമുക്ക് ബോട്ടിൽ കിട്ടില്ല കേട്ടോ, എല്ലാം ക്യാനാണ്. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് സൺസെറ്റ് ആയിരുന്നു. അത് കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് പിന്നെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ സിനിമയൊക്കെ കണ്ടിട്ടോ. തിരിച്ചുള്ള യാത്രയിലൊന്നും വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.